ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രഭാത സന്ദേശവുമായി വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 145 സങ്കീർത്തനം അതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സമീപസ്ഥനാണ്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. എന്താ അവൻ? യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായിട്ട് ഹല്ലേലൂയ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവ് സമീപസ്ഥനാണ്. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളുടെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ കർത്താവിനോട് പറഞ്ഞ് കർത്താവിനെ ഹല്ലേലൂയ അപേക്ഷിച്ചാൽ നമ്മുടെ കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമ്മളെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല നാഥനെയാണ് നമ്മൾ ആരാധിക്കുന്ന. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മാർവോട് ചേർത്തണയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മെ മാർവോട് ചേർത്തണയ്ക്കുന്നവനാണ്. പക്ഷേ ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. കളിപ്പീരും ഒക്കെ കയ്യിലിരുന്നു കൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അപേക്ഷിച്ചാൽ തമ്പുരാൻ കേൾക്കത്തില്ല. പ്രിയമുള്ളവരെ, സത്യമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. സത്യമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവർക്ക് സമീപസ്ഥനെന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുക, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായിട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥന. കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന, വേദനപ്പെടുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് സമീപസ്ഥനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ആരാ? പ്രിയമുള്ളവരെ, ഹല്ലേലൂയ അവൻ്റെ മുഖത്ത് നോക്കിയവരാരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ലെന്ന്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രകാശിതരായിട്ടേ ഉള്ളൂ, ആരുടെ മുഖവും ലജ്ജിച്ചു പോയിട്ടില്ല. പക്ഷേ കണ്ടീഷൻ ഒന്നാണ്, സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തകർന്ന് നിലവിളിച്ചപ്പോൾ ചാഞ്ഞ് അടുത്തേക്ക് വന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചെടുത്ത് നമ്മെ കൈപിടിച്ച് മാർവോട് ചേർത്തിയ ഒരു നല്ല കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിനെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? ആ കർത്താവിനെയല്ലേ നമ്മൾ വിളിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അതിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്ന, കൊഴിഞ്ഞിരുവയ്ക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ് കിടക്കുന്നവരെ താങ്ങുന്നവൻ. ഹല്ലേലൂയ. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ തല കുനിഞ്ഞിരിപ്പാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന്. പക്ഷേ സത്യമായിട്ട് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ തല കുനിഞ്ഞിരിപ്പാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് വേണ്ടി അവൻ വലിയവ ചെയ്യുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, അതിൻ്റെ 16 വാക്യം വായിക്കുന്ന, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്ന ശ്രീ. എന്നിട്ട് പറയുക, യഹോവ തൻ്റെ സകല വഴികളിൽ നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്ന ദൈവത്തിന് സ്തോത്രം. ഇത്ര നല്ലൊരു കർത്താവ്. ഹല്ലേലൂയ. തൃക്കൈ തുറന്ന് ദൈവത്തിന് സ്തോത്രം പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു നല്ല കർത്താവ്. അത് ജീവനുള്ള എല്ലാവർക്കും ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. അത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. ആ കർത്താവിനെ അല്ലേ നമ്മളെ വിളിച്ചപേക്ഷിക്കുന്നത്? ആ കർത്താവ് നമുക്ക് സമീപസ്ഥനാ പ്രിയമുള്ളവരെ. അവൻ അകന്നു പോകത്തില്ല. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന ഇടത്ത്, നമ്മൾ യാത്രയിലായിരിക്കുന്ന ഇടത്ത് നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വാസമുണ്ട്? ഞാൻ പോകുന്ന ഇടത്ത്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ കൂടെ നടക്കുന്നവനെ എൻ്റെ കർത്താവ് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായിട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ. 34 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. മനസ്സ് തകർന്നവരെ അവർ രക്ഷിക്കുന്നതാണ്.
ഹൃദയ നുറുക്കത്തോട് മനസ്സ് തകർന്ന അവസ്ഥയിലായിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥന, അവരെ ദൈവം വിടിവിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഹൃദയ നുറുക്കത്തോട്, വേദനയോട്, ഭാരത്തോട് ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഭാരപ്പെടേണ്ട. നമ്മുടെ സമീപത്ത് ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. അവൻ നമ്മളെ താങ്ങുന്നവനാ, അവൻ നമ്മളെ സഹായിക്കുന്നവനാ, അവൻ നമ്മളെ വിടിവിക്കുന്നവനാ. ഇന്ന് രാവിലെ ഹല്ലേലൂയ ഏറ്റെടുത്താട്ട് വചനത്തിന് മുമ്പാകെ ഞാൻ ഹൃദയ നുറുക്കത്തോടാണോ, വേദനയോടാണോ, ഞാൻ ഭാരത്തോടാണോ ആയിരിക്കുന്നത്? ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മളെ താങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ 34 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ, മനസ്സ് തകർന്നവരെ അവർ വിടിവിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 8-ാം വാക്യം വായിക്കുന്നത്, തൻ്റെ ഭക്തന്മാരെ നീതീകരിക്കുവാൻ സമീപസ്ഥനായി കൂടെയുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാരെ നീതീകരിക്കുന്നവൻ, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ സമീപത്ത് ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. സമീപസ്ഥൻ ായി കൂടെയുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ടോ? ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും തമ്പുരാൻ സമീപസ്ഥനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സങ്കീർത്തനം 139 പറയുന്നു, ഹല്ലേലൂയ, നമ്മെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചു എന്ന. ദൈവത്തിന് സ്തോത്രം. ആ തമ്പുരാൻ നമ്മുടെ സമീപത്തുണ്ട്. പ്രിയമുള്ള, നമ്മുടെ ഏറ്റവും സമീപസ്ഥനായി എന്നും നമ്മോട് കൂടെയുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുക. മനസ്സ് തകർന്നവരെയും ഹൃദയം നുറുങ്ങിയവരെയും ഹല്ലേലൂയ വീണ്ടും മെനഞ്ഞെടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ അവിടുന്ന് ഹല്ലേലൂയ മാത്രമേ, അവിടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ചതഞ്ഞോടെ അവൻ ഒടിച്ചു കളയത്തില്ല. ഹല്ലേലൂയ, പുകയുന്ന തിരിയെ കെടുത്തി കളയത്തില്ലെന്ന്. ചതഞ്ഞരഞ്ഞ ഹല്ലേലൂയ അവസ്ഥയിലായിരിക്കുന്ന ഇടത്തും ഒടിച്ച് കളയാതെ വേണം നമ്മളെ പണിതെടുക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ചതഞ്ഞരഞ്ഞു പോയി എന്ന് ഹല്ലേലൂയ ചിന്തിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ നമ്മളെ പണിതെടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കർത്താവ് മതിയായവൻ. അത് ചതഞ്ഞോടെ അവൻ ഒടിച്ചു കളയത്തില്ലെന്ന്, പണിതെടുക്കുമെന്ന്. അവരെ പണിതെടുത്ത് പൂർവ്വസ്ഥയിലാക്കുമെന്ന്. ഹല്ലേലൂയ, പുകയുന്ന തിരി കെടുത്തത്തില്ലെന്ന്. ഹല്ലേലൂയ, വീണ്ടും കത്തിച്ച് പ്രകാശമുള്ളതാക്കി തീർക്കുമെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുകയുന്ന തിരി പോലെയാണോ? ചതഞ്ഞ ഓട പോലെയാണോ? നിങ്ങളെ പണിയുവാൻ, നിങ്ങളെ ഹല്ലേലൂയ മെനഞ്ഞെടുക്കുവാൻ, ഹല്ലേലൂയ വീണ്ടും കത്തിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കഴിയുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അത് കെടുത്തി കളയത്തില്ലെന്നോ. നമ്മുടെ കർത്താവ് എത്ര വലിയവനാ പ്രിയമുള്ളവരെ. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. തകർന്ന അവസ്ഥയിൽ വേദനയോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, എന്നെ ആരെങ്കിലും ഈ വേദനയോട്, ഭാരത്തോട് ഇന്ന് രാവിലെ ഹല്ലേലൂയ ഈ വചനം കേട്ടുകൊണ്ടായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിൽ വാ. നിങ്ങളുടെ സമീപസ്ഥനാ കർത്താവ്. ഹല്ലേലൂയ, വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ദൈവസന്നിധി ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ഹല്ലേലൂയ ഭാരങ്ങൾ മാറ്റുവാൻ, പ്രതിസന്ധികൾ മാറ്റുവാൻ, പ്രയാസങ്ങൾ മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ തമ്പുരാൻ ഹല്ലേലൂയ ആണെന്ന് ഹല്ലേലൂയ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇന്ന് രാവിലെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, ആരെങ്കിലും ഇന്ന് രാവിലെ ഹല്ലേലൂയ വചനം കേട്ട് ഹല്ലേലൂയ തകർന്ന അവസ്ഥയിലായിരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ കർത്താവ് നീ അവരെ ഒന്ന് പണിയണമേ. ഹല്ലേലൂയ, കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.